ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സിഗരറ്റ് ബാൻഡ് എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിത് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്താറിൻ്റെ ബോട്ടം മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് 2.5 മീറ്റർ ഉണ്ട്. നമുക്കിതിന് 2.5 മീറ്ററിൻ്റെ ആവശ്യമില്ല. ലെങ്ത്ത് ഒരു 38 ഇഞ്ച് ഫിനിഷിങ് കിട്ടിയാൽ മതി. അപ്പം നമുക്ക് 44 ഇഞ്ച് വീതിയുള്ള തുണിയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തുണി ഒപ്പം മടക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അരികെ ഒന്ന് ലൈൻ വരച്ച് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ അടിയിൽ 1.5 ഇഞ്ച് മടക്കി തയ്ക്കാനും പിന്നെ മുകളിലൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. പിന്നെ നമ്മൾ ഇത് ബാൻഡ് വേറെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യണത്. ബാക്ക് ഇലാസ്റ്റിക്കും ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ബാൻഡ് വേറെ വെച്ച് പിടിപ്പിക്കും. അതൊരു 1.5 ഇഞ്ച് വീതി തന്നെ കിട്ടും. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം നമ്മൾ ലെങ്ത്തിനുള്ള അളവ് കണക്കാക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 38 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് താഴത്ത് മടക്കി വെക്കാനും 1/2 ഇഞ്ച് മുകളിലും. അപ്പോൾ 38ൻ്റെ കൂടെ 40 ഇഞ്ച്. അതിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് ബാൻഡിൻ്റെ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടത് 38 ഇഞ്ച് ലെങ്ത്തിൽ നമ്മളിവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് 38 ഇഞ്ച് കിട്ടും. ബാൻഡ് പിടിപ്പിച്ച് അടി മടക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് 38 ഇഞ്ച്. പിന്നെ ഇനി നമുക്ക് ബാൻഡ് അരവണ്ണ അടയാളപ്പെടുത്താം. 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 8.5, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി 10.5 ഇഞ്ച് അരവണ്ണം. പിന്നെ ക്രോച്ചിൻ്റെത് 9.5 ഇഞ്ച് ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ ഷേപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യണം. ക്രോച്ചിൻ്റെ ഷേപ്പ് അങ്ങനെ വരച്ചെടുക്കും. അപ്പോൾ മൊത്തം ഒരു സീറ്റ് പീസിൻ്റെ അവിടെ വണ്ണം ഒരു 13.5 ഇഞ്ച് നമുക്ക് വണ്ണം കിട്ടും. ആ വണ്ണം തന്നെ നമ്മൾ താഴെ അടയാളപ്പെടുത്തി ഒന്ന് ലൈൻ വരച്ച് മാർക്ക് ചെയ്തതാണ് കേട്ടത്. അപ്പോൾ 13.5 ഇഞ്ചിന് താഴെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 13.5യുടെ ഒപ്പം പകുതി എടുക്കാം, 7.25. അത് ഇവിടെ അടയാളപ്പെടുത്തി അതുപോലെ തന്നെ താഴെ അടയാളപ്പെടുത്തി അതൊരു ലൈനാക്കണം. അതാണ് നമ്മളിതിൻ്റെ സെൻറ്റർ എടുക്കുന്നത്. എന്നിട്ട് വേണം താഴത്തേക്കുള്ള കാലിൻ്റെ വണ്ണമൊക്കെ നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പോൾ ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കാലിൻ്റെ വണ്ണം അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ 6.5 വേണം. അതിന് 3.25 വെച്ച് 2 വശത്തേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 13.5 അടയാളപ്പെടുത്തിയില്ലേ, ആ പോയിൻറ്റിൽ നിന്ന് താഴത്തെ കാലിൻ്റെ 3.25 അടയാളപ്പെടുത്തിയില്ലേ, ആ പോയിൻറ്റിലേക്ക് നമ്മൾ ഈ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഭാഗത്ത് നേരെയുള്ള സ്കെയിൽ വെച്ച് ഇങ്ങനെ മാർക്കും ചെയ്യാം. വേണമെങ്കിൽ അവിടെ ചെറിയൊരു ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ സിഗരറ്റ് പാൻ ചെയ്യുമ്പോൾ ഇവിടെ നേരെ സ്കെയിൽ വെച്ച് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഈ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ വരക്കുന്നത് നമ്മൾ ഇതേപോലെ വളഞ്ഞൊരു സ്കെയിൽ ഉപയോഗിച്ചാണ് കേട്ടോ. ഈ ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ചെടുക്കണം. ഇവിടെ നേരെ വരയ്ക്കരുത് ഒരു കാരണവശാലും. അപ്പുറത്തെ സൈഡ് നമുക്ക് ഈ സ്കെയിൽ വെച്ച് തന്നെ വരക്കാം. അപ്പോൾ നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള സിഗരറ്റ് ബാൻഡ് ആയിരിക്കും നമുക്ക്. ഇത് ഇത്തിരി അല്പം ലൂസുള്ള ടൈപ്പാണ്. ഇതേപോലെ നമുക്ക് ഈ സൈഡ് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ സ്കെയിൽ വെച്ച് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ സ്കെയിൽ വെച്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നേരെ സ്കെയിൽ വെച്ച് വരച്ച് എന്നിട്ട് ഈ സ്കെയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഈ താഴ്ഭാഗം, ഈ വണ്ണത്തിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് ലൂസ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മാർക്ക് ചെയ്തതിലും 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. അതല്ല കറക്റ്റ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ട് പീസാണ് ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തേക്കണത്. ഇനി ഇത് വെച്ച് തന്നെയാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യണത്. ഇത് വെച്ച് ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസിൽ നമ്മൾ ഇത്തിരി ലൂസ് കൂട്ടിയെടുക്കും. അപ്പോൾ അത് ഏത് ഭാഗത്തൊക്കെ ലൂസ് കൂട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് നമ്മൾ ആ ക്രോച്ചിൻ്റെയൊക്കെ ആ ഭാഗമില്ലേ, ആ ഭാഗത്താണ് നമ്മൾ വണ്ണം കൂട്ടിയെടുക്കേണ്ടത്. അതായത് താഴത്തേക്ക് ഒരു 1 ഇഞ്ചൊക്കെ ഞാൻ താഴത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. അത് മുകളിലേക്ക് വരുമ്പോൾ 1.5ലേക്ക് എത്തി നിൽക്കണം കേട്ടോ. ഇത് വണ്ണം അനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. 2ഉം 2.5 കൂടുതൽ എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 1.5 എടുത്തിട്ടുള്ളൂ. അപ്പം താഴത്ത് 1 ഇഞ്ചും മുകളിലേക്ക് വന്നപ്പോൾ 1.5 ഇഞ്ചുമായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ അതും ആ വളഞ്ഞ സ്കെയിൽ വെച്ച് തന്നെ ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്.
അതങ്ങനെ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആ ക്രോച്ചിൻ്റെ ആ ഭാഗമാണ് കേട്ടോ. അവിടെ ഇതേപോലെ തന്നെ 1.5 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കണം. മുകളിലത്തേക്കും അതേപോലെ മാർക്ക് ചെയ്ത് കൊണ്ടുതന്നെ ആ ഷേപ്പിൻ്റെ ആ ഭാഗമൊക്കെ 1.5 ഇഞ്ച് നമുക്ക് കൂട്ടിയെടുക്കാം. അവിടെ ബാക്ക് എലാസ്റ്റിക്കാണ് നമ്മൾ ചെയ്യണത്. അതല്ല, ബാക്ക് എലാസ്റ്റിക് അല്ലെങ്കിലും ആ ഭാഗം 1.5 ഇഞ്ച് എടുക്കണ്ട, അപ്പോൾ 1 ഇഞ്ചൊക്കെ കൂട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ 1.5 മുതൽ 2 ഇഞ്ച് വരെ നമുക്കിവിടെ കൂട്ടിയെടുക്കാം. ലൂസ് വേണ്ടതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ സൈഡ് നമ്മൾ കറക്റ്റ് ഈ ഇതിൻ്റെ അരികത്ത് കൂടെ തന്നെ കട്ട് ചെയ്ത് നമുക്കെടുക്കാം. പിന്നെ നമ്മൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മോൾ ഭാഗമാണ്. ഇതിപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ മോൾ ഭാഗം നമ്മൾ നേരെയാണ് കട്ട് ചെയ്തേക്കണേ. ഇവിടെ വരുമ്പോൾ ഇവിടെ മുകളിൽ ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ആ 2 ഇഞ്ചിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ചെരിവ് അവിടെ കിട്ടും. ഒരു 2 ഇഞ്ചിൻ്റെ ചെരിവ് നമുക്ക് അവിടെ കിട്ടും. ഈ സൈഡിൽ കറക്റ്റ് ഇതിൻ്റെ ലെവൽ തന്നെ കറക്റ്റ് ചെയ്ത് വരക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബോട്ട് ഇടുമ്പോൾ പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടിപ്പോകും, നമുക്ക് ഒട്ടും കംഫർട്ടബിളായിരിക്കില്ല. എന്നിട്ട് ഇനി നമുക്കിത് മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് വെച്ച് വെട്ടുമ്പോൾ ബാക്ക് പീസുമ്പോൾ നമ്മൾ കൂട്ടിയെടുക്കേണ്ട ആ കൂടുതൽ ഉള്ളത് എപ്പോഴും മറന്നു പോകാണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു സിഗരറ്റ് പാൻറ്റ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്രോച്ചിൻ്റെ ഭാഗവും ഉള്ളിലെ കാലിൻ്റെ ഭാഗവും പിന്നെ മുകളിലൊരു 2 ഇഞ്ച് ആ ക്രോച്ചിൻ്റെ ഭാഗത്ത് മാത്രം. സൈഡിലേക്ക് വരുമ്പോൾ കറക്റ്റ് ആ ഫ്രണ്ട് പീസിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേറെ ഞാൻ ഒരു പണിയും ചെയ്യണില്ല, വർക്കൊന്നും ഇതിനില്ല, ഇത്രേ ഉള്ളൂ വർക്ക്. ഇതിപ്പോൾ ബാക്ക് ഇതേപോലെ നമ്മൾ കൂടുതൽ എടുത്തിട്ടില്ലേ, അതിങ്ങനെ മടക്കി വെച്ച് കഴിയുമ്പോൾ ബാക്കിൽ കുറച്ച് ഒരു 3/4 ഇഞ്ച് കട്ട് ചെയ്ത് കളയാനുണ്ടാവും കേട്ടോ. അത് നമ്മൾ ഇതേപോലെ മടക്കി വെച്ച് നോക്കിയിട്ട് കൂടുതലുള്ളത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്റർ കൂട്ടിയിടിക്കുമ്പോൾ ബാക്കിൽ കൂടുതൽ വരും. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ 2 ക്രോച്ച് ഏരിയയും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ബാക്ക് ഭാഗവും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനതിപ്പോൾ 2ഉം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഞാൻ വേറെ വേറെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ബാൻഡ് പിടിപ്പിക്കാനുള്ളതുണ്ട്. ഫ്രണ്ടിൻ്റെ പണിയാണ് ആദ്യം ചെയ്യേണ്ടത്. പോക്കറ്റ് പിടിപ്പിക്കാൻ ഉള്ളവർ ഈ സമയത്ത് പോക്കറ്റ് പിടിപ്പിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1.5 ഇഞ്ചാണ് ബാൻഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഒരു 34 ഇഞ്ച് വണ്ണമാണ്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 16 ഇഞ്ച് വണ്ണത്തിലാണ് ഞാൻ ഇത് ഫിനിഷ് ചെയ്യണേ കേട്ടോ. അപ്പോൾ 16 ഇഞ്ചും പിന്നെ നമ്മൾ തയ്യൽത്തുമ്പും കൂടിയും കണക്കാക്കിയാണ് ബാൻഡ് ഞാൻ കറക്റ്റ് ലെങ്ത്തിൽ മുറിച്ചെടുത്തേക്കണത്. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് നമുക്കിപ്പോൾ 16ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോടുകൂടി 17.5 ഇഞ്ച് മതിയെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ തന്നെയും കൂടുതൽ ഒരു 2 ഇഞ്ചോളം നമുക്കിവിടെ കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 വശത്തും ഓരോ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ സെൻറ്ററിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട ചെയ്യണം. 3.5 അത് നമ്മുടെ ഇതനുസരിച്ച് ചെയ്യാം, വണ്ണത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഫ്ലീറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. മൊത്തം 17.5 ഇഞ്ചിൽ ഞാനിവിടെ കണക്കാക്കിയിട്ട് 2 വശത്തും ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ വണ്ണം നമുക്ക് തയ്യൽത്തുമ്പും കഴിച്ചിട്ട് 16 ഇഞ്ച് ഫിനിഷിങ് കിട്ടും. ബാക്കിലെ എലാസ്റ്റിക്കാണല്ലോ. മൊത്തം വണ്ണം 34 ഇഞ്ചാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ ഇതേപോലെ ചുരുക്കിയിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സമയത്ത് ഇതേപോലെ അളന്ന് നോക്കിയാൽ നമുക്ക് കറക്റ്റ് വണ്ണത്തിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബാൻഡ് ഇതുമ്പോൾ പിടിച്ച് നല്ല വശത്തേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിനുവേണ്ടി ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയിൽ ക്യാൻവാസ് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വശം ഇതേപോലെ ഇതുമ്മ വെച്ച് അടിച്ചെടുക്കണം. എന്നിട്ട് നല്ല വശത്തേക്ക് ഇത് പതിച്ചടിക്കുകയാണ് ചെയ്യണത്. അരികൊന്നും ചെയ്യേണ്ട. അരികൊക്കെ നമുക്ക് തയ്യൽ തുമ്പായിട്ട് തന്നെ അങ്ങോട്ട് പൊക്കോളൂ. അതുകൊണ്ട് അരികൊന്നും നമ്മൾ മടക്കിയൊന്നും അടിക്കേണ്ട. ഇതിപ്പോൾ ഇതിൻ്റെ അരികത്ത് കൂടെ ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. മടക്കി ഞാൻ തേച്ചെടുത്തേക്കണതുകൊണ്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും.
ഇപ്പോൾ ബാൻഡിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാൻഡ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു സ്റ്റിച്ചും കൂടി പുറങ്ങാണി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ക്യാൻവാസൊക്കെ പിന്നീട് അത് തേച്ചൊട്ടിച്ച് വെച്ചേക്കണല്ലേ, ഒരു സ്റ്റിച്ചും കൂടി അതുമ്മ ഇരുന്നാൽ നമുക്ക് കുറച്ചും കൂടി ഈടുണ്ടാവും. നമുക്ക് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് വേണ്ട ഭാഗം ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 8 ഇഞ്ച് വെച്ച് 2 സൈഡിലേക്കും അടയാളപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളത് തയ്യൽ തുമ്പിലേക്ക് ഇട്ടിട്ടാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെ എലാസ്റ്റിക്കിൻ്റെ പണിയും ചെയ്യണം. അതിന് വേണ്ടി ഇതേപോലെ ഞാൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അരിക അടിച്ചെടുത്ത് എന്നിട്ട് എലാസ്റ്റിക് നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ നമ്മളിവിടെ മുറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ 15 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഇപ്പോൾ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എലാസ്റ്റിക് ഇടാനുള്ള പീസ് നമ്മൾ നമ്മൾ പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. സാധാരണ ഇവിടെ ഒരു ചെരിവ് 2 ഇഞ്ച് കൂടുതൽ നമ്മൾ ക്രോച്ച് ഭാഗത്ത് കൂട്ടിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു ചെരിവ് പോലെ വരും. നമ്മളിത് മടക്കിയടിച്ചാൽ എങ്ങനെ അടിച്ചാലും ചെറുതായിട്ടൊന്ന് പൊളഞ്ഞിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ പീസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എലാസ്റ്റിക് വെച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പീസ് വെച്ച് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ല വശത്തേക്ക് മറിച്ച് അടിച്ചിട്ട് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഇതിനും ഒരു 1.5 ഇഞ്ച് വീതി ഉള്ള തന്നെ ഉണ്ടാവുക ഈ പീസ് വരണത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഏകദേശം ഒരു 1 ഇഞ്ചോളം വീതിയുള്ള എലാസ്റ്റിക്കാണ് ഉള്ളത്. അപ്പോൾ 1 ഇഞ്ചല്ല 3/4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അത് കാരണം ഇങ്ങനെ അടിച്ചിട്ട് 2 വശത്തും ഒരു 1/4 ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എലാസ്റ്റിക് സെൻറ്ററിൽ നല്ല ഫിറ്റായിട്ട് തന്നെ ഇരുന്നോളുമല്ല. എലാസ്റ്റിക്കിന് വീതി ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ആ വീതി തന്നെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ 2 വശത്തും സ്റ്റിച്ച് ചെയ്തിട്ട് ആ സെൻറ്ററിൽ കൂടെ എലാസ്റ്റിക് കടത്തി കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് 2 അരിക അടിച്ച് സെൻറ്ററിൽ കൂടെ ഒരു അടി അടിച്ച് എലാസ്റ്റിക് ഫിനിഷ് ചെയ്തെടുക്കും. അപ്പോൾ ആ വീഡിയോ എൻ്റെ ഇത് മിസ്സായി പോയിട്ടുണ്ട്, എലാസ്റ്റിക് ഫിനിഷ് ചെയ്ത വീഡിയോ. ഇതിപ്പോൾ ഇതുപോലെ അടിച്ചിട്ട് ഞാൻ സെൻറ്ററിൽ കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് കൂട്ടിയെടുക്കുക. ഇനി 2ൻ്റെ സൈഡ് കൂട്ടാനല്ലേ ഉള്ളൂ. അപ്പോൾ താഴെ ഒരു 4 ഇഞ്ച് ഞാനിവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ 1.5 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനും 1.5 ഇഞ്ച് നമുക്ക് മടക്കി ഇടാനും 2 ഇഞ്ച് നമുക്ക് ഓപ്പൺ ചെയ്യാനും കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആ മാർക്കിൻ്റെ അവിടെ അടിച്ചു കൊണ്ടുവന്ന് നിർത്തണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് അടിച്ചെടുക്കുകയാണ്. ആ മാർക്ക് ചെയ്ത ഭാഗം വരുമ്പോൾ കെട്ടിട്ട് അടിച്ച് നിർത്തണം. എന്നിട്ട് നമുക്ക് 2 സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ഇടാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അതിന് വേണ്ടി ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ അരികെ 2ഉം മടക്കി അടിക്കണം. അപ്പോൾ നമുക്കവിടെ ഓപ്പണിങ്ങിനുള്ള സ്പേസ് കിട്ടും. ഈ അരികെ ഇങ്ങനെ മടക്കി അടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ഭാഗം കൂടി ജോയിൻറ്റ് ചെയ്തിട്ടാണ് അടി മടക്കി അടിക്കണം കേട്ടോ. നമ്മൾ സ്ലിറ്റിനൊക്കെ ചെയ്യൂലേ അതുപോലെ ഈ 2 സൈഡ് ഇതേപോലെ അടിച്ചെടുക്കണം. ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1.5 ഇഞ്ച് മടക്കിയിട്ട് ചെയ്യുമ്പോൾ 2 ഇഞ്ച് കറക്റ്റ് ഓപ്പൺ അവിടെ കിട്ടും. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡുള്ള ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് കാലിൻ്റെ വണ്ണം നോക്കണം കേട്ടോ. ഇതേപോലെ ഇവിടെ മടക്കി വെച്ച് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള വണ്ണം ഇവിടെ അടയാളപ്പെടുത്താം. ഒരു 6.5 ഇഞ്ചിൽ ഞാനിത് ഫിനിഷ് ചെയ്യണത്. ബാക്കിയുള്ളത് തയ്യൽ തുമ്പായിട്ടിടും. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴ്ത്തുനിന്ന് അടിച്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഒരു കാലിൻ്റെ താഴ്ത്തുനിന്ന് അടിച്ചിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത കാലിൻ്റെയും അതുപോലെ തന്നെ താഴ്ത്തുനിന്ന് അടിച്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു സ്റ്റിച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് അടിക്കുമ്പോൾ നമുക്ക് ഒരറ്റത്ത് നിന്ന് തുടങ്ങി മറ്റേ അറ്റത്ത് കൊണ്ടുവന്ന് അവസാനിപ്പിക്കാം.
അപ്പോൾ സെൻറ്ററിൽ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് മടിക്കടിക്കാൻ ഇട്ടിട്ടുണ്ടല്ലോ, അത് മടിക്കടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിഗരറ്റ് പാനിൻ്റെ സ്റ്റിച്ചിങ് കൂടെ പൂർത്തിയാവും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗം മടിക്കടിക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ സിഗരറ്റ് പാനിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഇവിടെ പൂർത്തിയായി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ സിഗരറ്റ് പാനിൻ്റെ വീഡിയോ ആണിത്. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.